students, welcome back to Learning Hub. Let's learn together with Dhanya. അപ്പം നമ്മൾ കുറേ നാളായി വീഡിയോസ് ചെയ്തിട്ട് കുറച്ച് പേഴ്സണൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു, അത് കാരണമാണ്. ഓക്കെ, അപ്പം ഇനി നമുക്ക് എക്സാം ആവാറായി, അപ്പം റെഗുലറായിട്ട് വീഡിയോ ഇടാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യും. ഓക്കെ, അപ്പം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ്, അതിനെ ബേസ് ചെയ്ത് വരുന്ന എക്സ്പ്ലനേഷൻസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് എല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് പഠിക്കാം. അപ്പം നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന അല്ലെങ്കിൽ വീഡിയോ ചെയ്യണം എന്നാവശ്യമുള്ള ടോപ്പിക്സ് വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഏറ്റവും ഫസ്റ്റായിട്ട് വീഡിയോ ചെയ്യുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പം നമ്മളിപ്പം ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കുന്നത്. നമ്മൾ ലാസ്റ്റ് എക്സാമിന് വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്, ബാങ്കിങ്ങിൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. സോ അതിനെ ബേസ് ചെയ്തിട്ടുള്ള എക്സ്പ്ലനേഷനും. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാം. അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് വീഡിയോ ചെയ്യാനുള്ള എൻകറേജ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ സോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം യൂസ്ഫുൾ ആയവർക്ക് വീഡിയോ ഷെയർ ചെയ്തും കൊടുക്കണേ. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. Okay, question number 1. The dash often performs the functions of an intermediary for a financial transaction. ഒരു financial transactionൽ intermediary functions perform ചെയ്യുന്നത് ആരാണ്? Options: drawer, drawee, payee and none of these. Okay, answer is option B, drawee. അല്ലേ? അപ്പം drawee ആണ് ഒരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ എപ്പോഴും ഇന്റർമീഡിയറി ഫങ്ഷൻസ് പെർഫോം ചെയ്യുന്നത്. അപ്പം എന്താണ് drawee അല്ലെങ്കിൽ എന്താണ് ഇന്റർമീഡിയറി ഫങ്ഷൻസ്? അപ്പം drawee പെർഫോം ചെയ്യുന്ന ഫങ്ഷൻസ് എന്ന് പറയുന്നത് പേയറിൽ നിന്നോ ഡ്രോയറിൽ നിന്നോ ഫണ്ട്സ് റീഡയറക്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ റീഡയറക്ട് ദ ഫണ്ട്സ് ഫ്രം ദ പെയർ ഓർ ഡ്രോയർ അക്കൗണ്ട് ടു ദ പേയുടെ അക്കൗണ്ടുമായിട്ട് ഈ പെയറിൽ നിന്നോ ഡ്രോയറിൽ നിന്നോ കിട്ടുന്ന ഫണ്ടിന് റീഡയറക്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതായത് ഇതിപ്പം ഒരു ലീഗൽ ടേം ആണ് അല്ലെങ്കിൽ ലീഗൽ ബാങ്കിങ് ടേം ആണ്. ഇപ്പം ഡെപ്പോസിറ്റർ ഒരാളെ ഏർപ്പാടാക്കിയിരിക്കുകയാണ് ഡ്രോയി എന്ന് പറഞ്ഞിട്ട്. അതായത് ഡെപ്പോസിറ്റർ എപ്പോഴെങ്കിലും കൊടുത്തിട്ടുള്ള ചെക്കോ അല്ലെങ്കിൽ ഡ്രാഫ്റ്റോ ആയിട്ട് ഏതെങ്കിലും ഒരു പേഴ്സൺ ചെക്ക് പ്രസന്റ് ചെയ്യുകയാണെങ്കിൽ ആ എമൗണ്ട് പേ ചെയ്യണം എന്ന് പറഞ്ഞ് ഡെപ്പോസിറ്റർ ഏൽപ്പിക്കുന്ന ഒരു പാർട്ടിയാണ് ഡ്രോയി. ഓക്കെ, അപ്പം ആ ഒരു പാർട്ടിനെയാണ് നമ്മളിപ്പോൾ അത് ബാങ്കിങ് ടേം ആണ്, ബാങ്ക് അങ്ങനെ വിളിക്കുന്നു, അതിനെ ഡ്രോയി എന്ന് വിളിക്കുന്നു. ഓക്കെ, സോ അപ്പം ഒരു ഡെപ്പോസിറ്റർ നമുക്കൊരു ചെക്കും കൊണ്ട് നമ്മളൊരു ബാങ്കിലേക്ക് പോവാണ്. ഓക്കെ, ബാങ്കിലേക്ക് പോവാണ്, നമ്മൾ ആ ചെക്ക് മാറുമ്പോൾ നമുക്ക് ക്യാഷ് ഇഷ്യൂ ചെയ്യുന്നത് ബാങ്കാണ്. സോ അവിടെ ബാങ്ക് നമുക്ക് ഡ്രോയി. ഓക്കെ, അപ്പം അതാണ് ഡ്രോയി. അപ്പോൾ അതിന് ഒരു ഇന്റർമീഡിയറി ഫങ്ഷൻസ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ്റെ ഇടയിൽ ചെയ്യുന്നത് ആരാണ്? എപ്പോഴും ഡ്രോയി ആണ്. ഓക്കെ, അപ്പം പേയറിൽ നിന്നോ ഡ്രോയറിൽ നിന്നോ വരുന്ന ഫണ്ട് റീഡയറക്റ്റ് ചെയ്യുകയാണ് അതിൻ്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. DICGC provides guarantee for deposits up to 5 lakh, 3 lakh, 2 lakh, 1 lakh. നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടില്ല, ബട്ട് മുന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. DICGC പഠിച്ചപ്പോൾ ഞാനത് പ്രത്യേകം പറഞ്ഞു, കാരണം അത് ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കറണ്ട് അഫയേഴ്സ് ആയിട്ട് വേണമെങ്കിലും ചോദിക്കാം എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മുന്നത്തെ വീഡിയോ എടുത്ത് കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും കേട്ടോ, ആൻസേഴ്സും കിട്ടിയിട്ടുണ്ടാവും. 5 lakhs ആണ് ആൻസർ. DICGC ഇപ്പോൾ 5 ലക്ഷം രൂപ വരെയുള്ള ഡെപ്പോസിറ്റ്സിനാണ് ഗ്യാരണ്ടി കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ DICGC നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്, ജസ്റ്റ് എന്നാലും ഒന്ന് പറയാം. ഇതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ, ഒന്നുകൂടി പറയാം. DICGC എസ്റ്റാബ്ലിഷ് അണ്ടർ RBIയുടെ കീഴിലാണ് DICGC എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അപ്പം അതിൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത് 15th July 1978 കേട്ടോ. ഓക്കെ, അപ്പം DICGCയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് മുംബൈയിലാണ്. അതുപോലെ തന്നെ അത് പ്രവർത്തിക്കുന്നത് അക്കോർഡിംഗ് ടു DICGC Act 1961. ഓക്കെ, സോ എസ്റ്റാബ്ലിഷ്ഡ് ഓൺ 15th July 1978, പിന്നെ ആക്ട് ആണെങ്കിൽ 1961. അപ്പം DICGCയുടെ പർപ്പസ് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ഡെപ്പോസിറ്റിനും അതുപോലെ തന്നെ ക്രെഡിറ്റ് ഫെസിലിറ്റീസ് അതിനെല്ലാം തന്നെ ഒരു ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുക, അതുപോലെ തന്നെ ക്രെഡിറ്റ് ഫെസിലിറ്റീസിന് ആവശ്യമായിട്ടുള്ള ഗ്യാരണ്ടി കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതായത് ഫിക്സഡ് ഡെപ്പോസിറ്റ്, കറണ്ട് ഡെപ്പോസിറ്റ്, സേവിങ്സ് ഡെപ്പോസിറ്റ്, റെക്കറിംഗ് ഡെപ്പോസിറ്റ്, ഇതിനെല്ലാത്തിനും തന്നെ ആവശ്യമായിട്ടുള്ള ഇതൊക്കെ നമ്മുടെ ബാങ്ക് ഡെപ്പോസിറ്റ്സ് ആണ്. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് DICGC കൊടുക്കുന്നത്. അപ്പം ഇത് മുന്നേ 1 lakh ആയിരുന്നു. ഓക്കെ, മുന്നേ 1 lakh ആയിരുന്നു. അതിപ്പം 2020 അത് മാറ്റിയിട്ട് 5 lakh ആയിട്ടുള്ളത്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞിട്ടാണ് അന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത് നമുക്ക് ലാസ്റ്റ് കഴിഞ്ഞ എക്സാം ജൂണിൽ ചോദിച്ചിട്ടുള്ള
ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. ഈ ഒരു ക്വസ്റ്റ്യൻ DICGC പ്രൊവൈഡ്സ് ഗ്യാരണ്ടി ഫോർ ഡെപ്പോസിറ്റ്സ് അപ് ടു 5 lakhs ആണ് ആൻസർ. പിന്നെ ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. DICGC is a wholly owned subsidiary of RBI ആണ് കേട്ടോ. RBIയുടെ അണ്ടറിൽ വരുന്നതാണ് DICGC. DICGCയുടെ ഫുൾ ഫോം ആണ് ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ. ഓക്കെ. Okay, അടുത്തത് question number 3. RuPay, the indigenous card scheme is created by. അപ്പം RuPay എന്ന് പറയുന്നത് നമ്മളുടെ രാജ്യത്തിൽ തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള കാർഡ് സ്കീമാണ്. അപ്പം അത് ആരാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്? NACH, RBI, NABARD, NPCI. ആൻസർ ഇസ് ഓപ്ഷൻ ഡി, NPCI, നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ഓക്കെ, NPCIയുടെ പ്രോഡക്റ്റ് ആണ് RuPay. അപ്പം NPCI എന്ന് പറയുന്നത് നമ്മളുടെ ഇന്ത്യയിൽ വരുന്ന എല്ലാ റീറ്റെയിൽ പേയ്മെന്റ്സിനെയും കൺട്രോൾ ചെയ്യുന്ന ഒരു അംബ്രല്ല ഓർഗനൈസേഷൻ ആണ്. ഓക്കെ, ഒരു കുട പോലെ പ്രവർത്തിക്കുന്ന എല്ലാ റീറ്റെയിൽ പേയ്മെന്റ് സിസ്റ്റത്തിനെയും ഒരു കുടയുടെ ഉള്ളിൽ കൊണ്ടുപോകുന്ന ഒരു സ്ഥാപനമാണ് NPCI എന്ന് പറയുന്നത്. അപ്പോൾ ആ NPCIയുടെ പ്രോഡക്റ്റ് ആണ് RuPay. ഓക്കെ, അപ്പം NPCI ഫോം ചെയ്തിട്ടുള്ളത് പേയ്മെന്റ്സ് ആൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റംസ് ആക്ട് 2007 അണ്ടറിലാണ് വരുന്നത്. അപ്പം അത് ഒന്നും കൂടി അതിന് ബലം കൊടുക്കുന്നത് നമ്മുടെ RBIയും ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷനും കൂടിയിട്ടാണ് കേട്ടോ. അതായത് നമുക്ക് സെക്യൂർ ഇലക്ട്രോണിക് പേയ്മെന്റ് അതുപോലെ തന്നെ സെറ്റിൽമെന്റ് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പം സെക്യൂർ ഇലക്ട്രോണിക് പേയ്മെന്റ് ആൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റം ഇൻ ഇന്ത്യ അത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി NPCIയുടെ മറ്റൊരു ഇതാണ് ഭാരത് ഇ-കൊമേഴ്സ് പേയ്മെന്റ് ഗേറ്റ്വേ. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഇതൊക്കെ ലേറ്റസ്റ്റ് ആണ്. അപ്പം നമുക്കിത് വിട്ടുകളയല്ലേ, BEPG. അപ്പം ഇതൊരു പുതിയ ഇ-കൊമേഴ്സ് സിസ്റ്റം ആണ്, നമ്മളുടെ NPCIയുടെ അണ്ടറിൽ തന്നെ വരുന്നതാണ്. ഭാരത് ഇ-കൊമേഴ്സ് പേയ്മെന്റ് ഗേറ്റ്വേ BEPG is a new e-commerce system to enhance the current e-commerce experience for the RuPay card holders. അപ്പം ഈ RuPay card holders-ന്റെ ഇ-കൊമേഴ്സ് എക്സ്പീരിയൻസ് ഒന്നുകൂടി ബലപ്പെടുത്താൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള പുതിയൊരു ഇ-കൊമേഴ്സ് സിസ്റ്റമാണ് BEPG അണ്ടർ NPCI. ഓക്കെ, അപ്പം ഈ RuPay കാർഡ് എന്ന് പറയുന്നത് ഒരു കൺവീനിയൻ്റ് ആയിട്ടുള്ള അതുപോലെ തന്നെ ഈസി ആയിട്ടുള്ള ഒരു ഇ-കൊമേഴ്സ് എക്സ്പീരിയൻസ് കൊണ്ടുവരിക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ സെക്യൂരിറ്റി അതുപോലെ മറ്റ് റിസ്കുകളൊന്നും ഇല്ലാതെ അതിനൊന്നും ഒരു കോംപ്രമൈസ് ചെയ്യാതെ തന്നെ ഈ ഒരു കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു ഇ-കൊമേഴ്സ് എക്സ്പീരിയൻസ് കൊണ്ടുവരിക എന്നുള്ളതാണ് RuPay കാർഡ് ഉപയോഗിക്കുന്നത് കൊണ്ടുള്ളൊരു ലക്ഷ്യം. ഓക്കെ, ഇപ്പോൾ NPCI കൊണ്ടുവന്നിട്ടുള്ളതാണ്. അവരുടെ പുതിയ സ്കീമാണ്, ഇ-കൊമേഴ്സ് സിസ്റ്റമാണ് ഭാരത് ഇ-കൊമേഴ്സ് പേയ്മെന്റ് ഗേറ്റ്വേ. ഓക്കെ, മറക്കണ്ട കേട്ടോ, പുതിയ കാര്യമാണ്. Okay, next is fourth question. Dash is a solvency ratio. Options: liquidity ratio, debt equity ratio, quick ratio, profitability ratio. Answer is option B, debt equity ratio. ഓക്കെ, അപ്പോൾ നമ്മൾ അക്കൗണ്ടിങ് റേഷ്യോസ് ഒക്കെ മുന്നത്തെ വീഡിയോയിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കാണാം, അറിയാത്തവരുണ്ടെങ്കിൽ കാണാം കേട്ടോ. അപ്പം സോൾവൻസി റേഷ്യോ ഏതാണ്? ഇതിൽ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ആണ്. അപ്പോൾ നമ്മൾ 3 തരം റേഷ്യോസ് ആണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്: ലിക്വിഡിറ്റി റേഷ്യോ, സോൾവൻസി റേഷ്യോ, പ്രോഫിറ്റബിലിറ്റി റേഷ്യോ. ഓക്കെ, അപ്പോൾ ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനിക്ക് അവരുടെ ഷോർട്ട് ടേം ഡെപ്റ്റ് മീറ്റ് ചെയ്യാനുള്ള എബിലിറ്റി. ഓക്കെ, എങ്ങനെ? ത്രൂ ഇറ്റ്സ് കറണ്ട് അസറ്റ്സ്. അവരുടെ കറണ്ട് അസറ്റ്സ് ഉപയോഗിച്ചിട്ട് ഒരു കമ്പനിക്ക് അവരുടെ ഷോർട്ട് ടേം ഡെപ്റ്റിനെ മീറ്റ് ചെയ്യണം. ഓക്കെ, അതുപോലെ തന്നെ എത്ര പെട്ടെന്ന് ഒരു കമ്പനിക്ക് കറണ്ട് അസറ്റ്സിനെ ക്യാഷ് ആക്കി മാറ്റാനുള്ള എബിലിറ്റി ഉണ്ട്, അതും കൂടിയിട്ട് പറയുന്നത് ലിക്വിഡിറ്റി റേഷ്യോ ആണ്. അപ്പോൾ ലിക്വിഡിറ്റി റേഷ്യോക്കകത്ത് വരുന്ന 3 റേഷ്യോസ് ആണ്: കറണ്ട് റേഷ്യോ, ക്വിക്ക് റേഷ്യോ, ക്യാഷ് റേഷ്യോ. ഓക്കെ, അപ്പം കറണ്ട് റേഷ്യോ, ക്വിക്ക് റേഷ്യോ, ക്യാഷ് റേഷ്യോ കംസ് അണ്ടർ ലിക്വിഡിറ്റി റേഷ്യോസ്. ഓക്കെ, ഇനി സെക്കൻഡ് വൺ ഈസ് സോൾവൻസി റേഷ്യോ. സോൾവൻസി റേഷ്യോ എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ ലോങ് ടേം റെസ്പോൺസിബിലിറ്റീസ് അല്ലെങ്കിൽ ലോങ് ടേം ഒബ്ലിഗേഷൻസ് മീറ്റ് ചെയ്യാനുള്ള കമ്പനിയുടെ കേപ്പബിലിറ്റി ത്രൂ യൂസിങ് ഇറ്റ്സ് അസറ്റ്സ്. അവരുടെ അസറ്റ് യൂസ് ചെയ്തിട്ട് അവരുടെ ലോങ് ടേം ഒബ്ലിഗേഷൻസ് എന്തൊക്കെയാണ് അത് മീറ്റ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ടോ എന്നുള്ളതാണ് സോൾവൻസി റേഷ്യോ കൊണ്ട് പറയുന്നത്. ഓക്കെ, എബിലിറ്റി ഓഫ് എ കമ്പനി ഇൻ മീറ്റിംഗ് ഇറ്റ്സ് ടോട്ടൽ ഒബ്ലിഗേഷൻസ് അല്ലെങ്കിൽ അതിൻ്റെ ടോട്ടൽ റെസ്പോൺസിബിലിറ്റീസ് അതിനെ നമുക്ക് മീറ്റ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടോ. ഓക്കെ, ലോങ് ടേം മാത്രമല്ല, ഒരു കമ്പനിയുടെ മൊത്തത്തിലുള്ള അതിൻ്റെ എല്ലാ ചുമതലകളും എല്ലാ ബാധ്യതകളും മീറ്റ് ചെയ്യാനുള്ള അതിൻ്റെ എല്ലാ ഒബ്ലിഗേഷൻസും മീറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടോ എന്നുള്ളത് പറയുന്നത് സോൾവൻസി റേഷ്യോ ആണ്. ഓക്കെ, അപ്പം സോൾവൻസി റേഷ്യോക്കകത്ത് വരുന്നതാണ് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ, ഡെപ്റ്റ് റേഷ്യോ, അതുപോലെ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോസ്. ഓക്കെ, എക്സാമ്പിൾസ് ആണ്, ജസ്റ്റ് എക്സാമ്പിൾസ് 3 മാത്രം പറയുന്നത്: ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ, ഡെപ്റ്റ് റേഷ്യോ, ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ, അപ്പോൾ വീഡിയോ കാണണേ. തേർഡ് വൺ ഇസ് പ്രോഫിറ്റബിലിറ്റി റേഷ്യോ. പ്രോഫിറ്റബിലിറ്റി റേഷ്യോ എന്ന് പറയുന്നത് അവരുടെ അസറ്റ് യൂസ് ചെയ്തിട്ട് ഒരു കമ്പനിക്ക്
പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാനുള്ള എഫിഷ്യൻസിനെയാണ് അത് കാണിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ അസറ്റ്സ് കൂടാണ്ട് എന്തൊക്കെയാണ് അവരുടെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്സ് എങ്ങനെയൊക്കെയാണെന്നുള്ളതെല്ലാം ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് പറയുന്നത്. അപ്പോൾ പ്രോഫിറ്റബിലിറ്റി റേഷ്യോസിനകത്ത് വരുന്നതാണ് ഏർണിങ്സ് പെർ ഷെയർ, അതുപോലെ പ്രോഫിറ്റ് മാർജിൻ, റിട്ടേൺ ഓൺ അസറ്റ്സ്, റിട്ടേൺ ഓൺ ഇക്വിറ്റി. ഓക്കെ, അപ്പം ഇതാണ് 3 റേഷ്യോസ്. സോൾവൻസി റേഷ്യോയ്ക്ക് അകത്ത് വരുന്നത് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ. ഓക്കെ, next is question number 5. The marginal standing facility MSF rate as on 1/1/2023. ജനുവരി 1, 2023 പ്രകാരം വരുന്ന മാർജിനൽ ഫെസിലിറ്റി സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി റേറ്റ് എത്രയാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. 3.35%, 6.25%, 6.5%, 4.5%. ഓക്കെ, അപ്പം എന്താണ് MSF എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ബാങ്കുകൾക്ക് അവരുടെ എല്ലാ ബോറോയിങ് കപ്പാസിറ്റിയും തീർന്നു, എല്ലാം കംപ്ലീറ്റ് ആയിട്ട് എക്സോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വീണ്ടും RBIനെ സമീപിച്ച് അവർക്ക് പൈസ കടം മേടിക്കാവുന്നതാണ്. അപ്പം കൊടുക്കുന്ന പീനൽ റേറ്റ് ആണ് MSF എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ബാങ്ക് റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ RBI അവരുടെ സെക്യൂരിറ്റീസ് ഒന്നും തന്നെ, അതായത് മറ്റു ബാങ്കുകളുടെ സെക്യൂരിറ്റീസ് ഒന്നും തന്നെ വിൽക്കാതെ RBI മറ്റു ബാങ്കുകൾ കൊമേഴ്ഷ്യൽ ബാങ്ക്സിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ബാങ്ക് റേറ്റ്. ഓക്കെ, ഇറ്റ്സ് എ ഇൻട്രസ്റ്റ് റേറ്റ് അറ്റ് വിച്ച് ദ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ബോറോ മണി ഫ്രം ദ RBI വിത്തൗട്ട് സെല്ലിംഗ് ദ സെക്യൂരിറ്റീസ്. ഓക്കെ, അതുപോലെ തന്നെ റിപ്പോ റേറ്റ് എന്ന് പറയുന്നത് ഇപ്പം ഏതൊരു കൺട്രിയിലാണെങ്കിലും നമ്മുടെ RBI തന്നെ, അതായത് എന്തെങ്കിലും ഫണ്ടിന് എന്തെങ്കിലും ഷോർട്ട് ഫോൾസ് ഒക്കെ വരികയാണെങ്കിൽ, കുറവ് വരികയാണെങ്കിൽ കൊമേഴ്ഷ്യൽ ബാങ്ക്സിന് മണി ലെൻഡ് ചെയ്യാവുന്നൊരു റേറ്റ് ഉണ്ട്, അതാണ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. അപ്പം ഇത് രണ്ടിനെയും കൂടുതലാക്കിയിട്ട്, അതായത് റിപ്പോ റേറ്റിനേക്കാളും കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റ് വാങ്ങിയിട്ട് കൊടുക്കുന്ന മണിയാണ് മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി റേറ്റ്. ഓക്കെ, അപ്പോൾ അത് നോർമൽ ബാങ്ക് റേറ്റോ റിപ്പോ റേറ്റോ അല്ല, പീനൽ റേറ്റ് ആണ്. ഓക്കെ, ഇതിനേക്കാളും കൂടുതലാണ് വരിക ഈ മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി റേറ്റ്. അപ്പോൾ അതെപ്പോഴും interest rate above the repo rate ആണ് കേട്ടോ. അപ്പം MSF allows the banks to borrow money with an interest rate above the repo rate. ഓക്കെ, അപ്പം നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് ജാനുവരി 1, 2023 ബേസിസിലാണ്. ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ ഇപ്പം ലേറ്റസ്റ്റ് ബൈ മന്ത്ലി മോണിറ്ററി പോളിസി മീറ്റിംഗ് നടന്നിട്ടുള്ളത് October 4th and October 6th 2023. അപ്പോൾ അത് പ്രകാരം പറയുവാണെങ്കിൽ എന്താ പറയുക, റിപ്പോ റേറ്റ് 6.5% ആണ്. ഇപ്പം റിപ്പോ റേറ്റ് ആണ് 6.5%. അപ്പോൾ റിപ്പോ റേറ്റിനേക്കാളും എന്തുകൊണ്ട് കൂടുതലായിരിക്കും MSF റേറ്റ് വരിക. അപ്പോൾ MSF റേറ്റ് എന്ന് പറയുന്നത് നമുക്ക് MSF റേറ്റും അതുപോലെ തന്നെ ബാങ്ക് റേറ്റും വന്നിട്ടുള്ളത് 6.75% ആണ്. അതുപോലെ തന്നെ 6.25% ആണ് സ്റ്റാൻഡിംഗ് ഡെപ്പോസിറ്റ് ഫെസിലിറ്റി. ഓക്കെ, സോ 6.5 is repo rate, SDF is 6.25%, MSF and bank rate at 6.75%. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. Okay, next question number 6. Dash is drawn and acknowledged by the drawer and drawee without have any consideration. ഓക്കെ, അപ്പം യാതൊരുവിധ പരിഗണനകളും കൂടാതെ ഡ്രോയറും ഡ്രോയും ഒരുപോലെ ഡ്രോൺ ചെയ്ത് അക്നോളജ് ചെയ്യുന്ന ബില്ല് ഏതാണ്? ഓക്കെ, ആൻസർ ഇസ് ഓപ്ഷൻ എ, അക്കോമഡേഷൻ ബില്ലാണ്. ഓക്കെ, അക്കോമഡേഷൻ ബില്ലിൻ്റെ കേസസിൽ അത് നമുക്കൊരു നോട്ട് ആവാം അല്ലെങ്കിൽ ഡ്രാഫ്റ്റ് ആവാം. അപ്പം അക്കോമഡേഷൻ ബിൽ അല്ലെങ്കിൽ നോട്ട് അല്ലെങ്കിൽ ഡ്രാഫ്റ്റ് അപ്പം ആവാം. അത് ഡ്രോൺ ചെയ്യുന്നതും അക്നോളജ് ചെയ്യുന്നതും, ഓക്കെ, അപ്പോൾ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നതും അതുപോലെ തന്നെ അതിൽ അക്നോളജ് ചെയ്യുന്നതും ബോത്ത് ഡ്രോയർ ആൻഡ് ഡ്രോയർ രണ്ടുപേരും കൊടുക്കുന്നു. അതിൽ മറ്റ് കൺസിഡറേഷൻസ് ഒന്നും തന്നെ ചിന്തിക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ മറ്റ് പരിഗണനകളൊന്നും തന്നെ കൊടുക്കാതെ ഡ്രോയർക്കും ഡ്രോയ്ക്കും അവിടെ ഒപ്പുവെക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇപ്പം ഈ ഡ്രാഫ്റ്റ് നോട്ട് ബില്ല് ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പാർട്ടികളെയും അതിൽ പങ്കെടുക്കുന്ന ഒരു പാർട്ടി അല്ലെങ്കിൽ മറ്റെല്ലാ പാർട്ടികൾക്കും ഒരു മോണിറ്ററി എയ്ഡ് കിട്ടാവുന്ന രീതിയിൽ അങ്ങനെയുള്ളൊരു അട്രാക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അക്കോമഡേഷൻ ബില്ല് കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, ഇപ്പം എക്സാമ്പിൾ പറയുകയാണ്, ഇപ്പോൾ ഒരു ഡ്രോയർ ഒരു ബില്ല് ഉണ്ടാക്കിയിട്ടുണ്ട്, അത് അപ്രൂവ് ചെയ്തത് അല്ലെങ്കിൽ അത് എഗ്രി ചെയ്തിട്ടുള്ളത് ഡ്രോയി ആണ്. ഓക്കെ, അപ്പോൾ ഇപ്പം ആ ഒരു ബില്ല് നമുക്കതിൻ്റെ പ്രൊഡ്യൂസർ നമ്മളത് ഇപ്പോൾ ബാങ്ക് നമുക്ക് അതെന്തെങ്കിലും ഡിസ്കൗണ്ട് കൊടുക്കുകയാണെങ്കിൽ ആ ഡിസ്കൗണ്ട് ഡ്രോയർക്കും യൂസ് ചെയ്യാം ഡ്രോയിക്കും യൂസ് ചെയ്യാം. അപ്പോൾ അതിൽ പങ്കെടുക്കുന്ന എല്ലാ പാർട്ടീസിനും, ഒരാൾക്ക് അല്ലെങ്കിൽ എല്ലാ പാർട്ടീസിലും വേണമെങ്കിൽ അവർക്ക് ഉപയോഗിക്കാം. അങ്ങനെയുള്ള രീതിയിൽ കൊടുക്കുന്നൊരു ബില്ലാണ് അക്കോമഡേഷൻ ബില്ല്. അപ്പോൾ അവിടെ മറ്റ് കൺസിഡറേഷൻസ് ഒന്നും തന്നെ ഇല്ലാതെ ഒരു ഡ്രോയറും ഡ്രോയിയും ഒരുമിച്ച് ഡ്രോൺ ചെയ്ത് അക്നോളജ് ചെയ്യുന്ന ബില്ലാണ് അക്കോമഡേഷൻ ബില്ല്. ഓക്കെ, question number 7. Dash is a collateral security. Option: security of assets, security of shares, goods pledge, supply bills.
ആൻസർ ഇസ് ഓപ്ഷൻ എ, സെക്യൂരിറ്റി ഓഫ് അസറ്റ്. ഓക്കെ, അതാണ് കൊളാട്രൽ സെക്യൂരിറ്റി. അപ്പോൾ സെക്യൂരിറ്റി ഓഫ് അസറ്റ്സ് ആണ് കൊളാട്രൽ സെക്യൂരിറ്റി. അപ്പോൾ നമുക്ക് എന്താണ് കൊളാട്രൽ എന്ന് പറയാം? കൊളാട്രൽ എന്ന് പറയുന്നത് ഒരു അസറ്റ് അല്ലെങ്കിൽ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ നമുക്ക് നമുക്ക് ലോൺ കിട്ടുമ്പോൾ അതിന് നമ്മൾ സെക്യൂരിറ്റി ആയിട്ട് നമ്മൾ ലെൻഡർക്ക് കൊടുക്കുന്ന ഒരു അസറ്റ് അല്ലെങ്കിൽ പ്രോപ്പർട്ടി, അതിനെ നമുക്ക് കൊളാട്രൽ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് ലോൺ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കൊളാട്രൽ സെക്യൂരിറ്റീസ് യൂസ് ചെയ്യുന്നത്. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ബോറോവേഴ്സ് എന്തെങ്കിലും ഡിഫോൾട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും അടവ് ചെയ്യാതിരിക്കുമ്പോൾ, ഡിഫോൾട്ട് വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലെൻഡർക്ക് അതിന് നഷ്ടം വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ സേഫ്റ്റിക്ക് നമുക്ക് അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റി വാങ്ങുന്നതാണ് കൊളാട്രൽ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലെൻഡേഴ്സിന്, അപ്പം കടം കൊടുക്കുന്നവർക്ക് അവരുടെ റിസ്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കൊളാട്രൽ സെക്യൂരിറ്റി. ഓക്കെ, അപ്പോൾ ഒരു ബോറോവർ ഈ ലോണിന് എന്തെങ്കിലും ഡിഫോൾട്ട് വരുത്തുവാണെങ്കിൽ ഈ ലെൻഡർക്ക് ആ കൊളാട്രൽ സെക്യൂരിറ്റി സീസ് ചെയ്ത് പിടിക്കാനായിട്ട് പറ്റും. സീസ് ചെയ്തിട്ട് അത് വേണമെങ്കിൽ അവരുടെ നഷ്ടം നികത്താൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ വിൽക്കാനുള്ള ഒരു ഓപ്ഷനും കൂടിയിട്ട് ഉണ്ട്. ഓക്കെ, അപ്പം എക്സാമ്പിൾസ് ഇപ്പോൾ മോർഗേജ് അതുപോലെ തന്നെ കാർ ലോണ്, ഇതെല്ലാം കൊളാട്രലൈസ്ഡ് ലോൺ ആണ്. ഓക്കെ, നമുക്ക് ഈ കാറ് നമ്മളിപ്പോൾ ലോണിലാണ് വാങ്ങുന്നതെങ്കിൽ നമ്മൾ കാറിൻ്റെ ആ ഒരു അസറ്റ് അല്ലെങ്കിൽ ആ ഒരു സാധനം നമ്മൾ അവിടെ എന്താ പറയുക കൊളാട്രൽ സെക്യൂരിറ്റി ആയിട്ട് അവിടെ കൊടുക്കണം. കാരണം നമ്മളിനി ആ കാർ ലോണിൻ്റെ ഫുൾ അടവ് കഴിയുമ്പോഴായിരിക്കും നമുക്ക് ആ ഒരു അതിൻ്റെ ബുക്ക് ആൻഡ് പേപ്പേഴ്സ് ഒക്കെ നമുക്ക് തരുന്നത്. ഓക്കെ, അപ്പോൾ ഒരു സെക്യൂർഡ് ലോൺ എന്ന് പറഞ്ഞാൽ, ഒരു സെക്യൂർഡ് ലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അതായത് നമുക്ക് ഒരു അസറ്റോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രോപ്പർട്ടി, ഇപ്പോൾ പറഞ്ഞ പോലെ കാറോ പ്രോപ്പർട്ടിയോ എന്തെങ്കിലും ലോണിന് കൊളാട്രൽ ആയിട്ട് കൊടുത്തിട്ട് അങ്ങനെ അത് ബോറോവർ കടം മേടിക്കുന്ന ആൾക്ക് കാശ് ഇങ്ങോട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ അവരുടെ ആ ഒരു ലോണ് സെക്യൂർ ആക്കുക, അതാണ് കൊളാട്രൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കൊളാട്രൽ എന്ന് പറയുന്നത് തന്നിട്ടുള്ളതിൽ സെക്യൂരിറ്റി ഓഫ് അസറ്റ്സ് ആണ് കേട്ടോ, അസറ്റ്സിൻ്റെ സെക്യൂരിറ്റി. ഓക്കെ, അതാണ് കൊളാട്രൽ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, next is question number 8. To open a new branch or to shift the branch from one place to another place by a district central cooperative bank, the sanction of dash should be obtained. Okay, the options are RCS, state government, central government, RBI. The answer is RBI. Okay, so RBI പറയുന്നത് RBIയുടെ ഇപ്പം പുതിയ ബ്രാഞ്ചസ് സ്റ്റാർട്ട് ചെയ്യാൻ RBIയുടെ ലൈസൻസ് മാത്രം പോരാ, കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ രജിസ്ട്രാർ RCSന്റെ പെർമിഷനും കൂടിയിട്ട് വേണം. ഓക്കെ, അപ്പോൾ ബാങ്കിൻ്റെ ബൈലോസിൽ പറയുന്നത് പോലെ തന്നെ. ഓക്കെ, അപ്പം ആൻസർ RBIയുടെ സാങ്ഷൻ ഇസ് കമ്പൽസറി, പക്ഷെ RBIയുടെ സാങ്ഷൻ മാത്രം പോരാ, പെർമിഷൻ ഓഫ് RCS ഇസ് ഓൾസോ നെസസറി. ഓക്കെ, സോ ആൻസർ ഇസ് ഓപ്ഷൻ ഡി, RBI ഹിയർ. നെക്സ്റ്റ് ഇസ് ക്വസ്റ്റ്യൻ നമ്പർ 9. Dash is not a method of credit control. Okay, ഒരു ക്രെഡിറ്റ് കൺട്രോൾ മെക്കാനിസം അല്ലാത്തത് ഏത്? ആൻഡ് ഓപ്ഷൻസ് ബാങ്ക് റേറ്റ്, ഡയറക്റ്റ് ആക്ഷൻ, നോട്ട് ഇഷ്യൂ, റേഷനിങ് ക്രെഡിറ്റ്. ഓക്കെ, ആൻസർ ഇസ് ഓപ്ഷൻ സി, നോട്ട് ഇഷ്യൂ. നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ക്രെഡിറ്റ് കൺട്രോൾ എന്താണ് നമുക്ക് ജസ്റ്റ് ഒന്ന് പറയാം. ഓക്കെ, അപ്പോൾ ക്രെഡിറ്റ് കൺട്രോൾ എന്ന് പറയുന്നത് RBI യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് കേട്ടോ. ആദ്യം തന്നെ മോണിറ്ററി പോളിസി ടൂളാണ് ക്രെഡിറ്റ് കൺട്രോൾ മെക്കാനിസം. അതായത് നമ്മളുടെ കയ്യിൽ കൂടി പോകുന്ന മണി, ആ പൈസയുടെ ഡിമാൻഡും അതുപോലെ തന്നെ സപ്ലൈ, ഡിമാൻഡ്സ് ആൻഡ് സപ്ലൈ കൺട്രോൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ക്രെഡിറ്റ് കൺട്രോൾ മെക്കാനിസം. അതായത് നമ്മളുടെ എക്കോണമി, നമ്മുടെ ഇതിൽ ലിക്വിഡിറ്റി, പൈസയുടെ ഒരു ഒഴുക്ക് എങ്ങനെ അത് കൺട്രോൾ ചെയ്യാം, അതിൻ്റെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് മണി എങ്ങനെ കൺട്രോൾ ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ ലിക്വിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യാം എന്നുള്ളതെല്ലാം ചെയ്യുന്നത് ത്രൂ ക്രെഡിറ്റ് കൺട്രോൾ മെക്കാനിസംസ് ആണ്. ഓക്കെ, നമുക്കപ്പോൾ രണ്ട് തരത്തിലുള്ള ക്രെഡിറ്റ് കൺട്രോൾ മെക്കാനിസംസ് ആണുള്ളത്, ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ്. നമുക്ക് ഇതിൽ ക്വാണ്ടിറ്റേറ്റീവ് പറയാം. ഒന്നാമത്തതാണ് ബാങ്ക് റേറ്റ് പോളിസി. ഓക്കെ, അപ്പം RBI കൊമേഴ്ഷ്യൽ ബാങ്ക്സിന് കൊടുക്കുന്ന ഒഫീഷ്യൽ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നെക്സ്റ്റ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ്. അപ്പം അതുപോലെ ഇൻഫ്ലേഷൻസും ക്രെഡിറ്റ് കൺട്രോളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ബാങ്ക് റേറ്റ് പോളിസി കൂട്ടുകയാണ് ചെയ്യാറ് RBI കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഇസ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ്. ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഓപ്പൺ മാർക്കറ്റിൽ RBIക്ക് അതുപോലെ തന്നെ ഇവർക്ക് ബാങ്ക്സിന് സെയിൽ എന്താ പറയുക സെക്യൂരിറ്റീസ് സെയിൽ ചെയ്യാനും അതുപോലെ തന്നെ പർച്ചേസ് ചെയ്യാനും ഒക്കെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് വോള്യൂം ഓഫ് ക്രെഡിറ്റ് ഇതുവഴി കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ,
നെക്സ്റ്റ് CRR, ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് വെച്ച് കഴിഞ്ഞാൽ RBIക്ക് എത്രയാണ് ക്യാഷ് റിസർവ് ആയിട്ടൊരു ബാങ്ക് സബ്മിറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ deposit ചെയ്യേണ്ടത്, ടോട്ടൽ ഡെപ്പോസിറ്റ്സ് ഇൻ ദ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് വിച്ച് ഹാസ് ടു ബി കീപ് വിത്ത് RBI ആസ് ക്യാഷ് റിസർവ്. RBIയിൽ ക്യാഷ് റിസർവ് ആയിട്ട് കൊടുക്കേണ്ടത് എത്രയാണ്. അപ്പോൾ ഇപ്പോൾ നമുക്കിതൊക്കെ മാറി 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 വരാം. അപ്പോൾ എക്സാമിൻ്റെ സമയത്ത് ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് പോകാം എത്രയാണ് എന്നുള്ളത്. ഓക്കെ, MSF വന്നതുപോലെ ഇനിയും ചോദിക്കും. ഇതിപ്പോൾ ഓരോ പ്രാവശ്യത്തെ കമ്മിറ്റി മീറ്റിംഗ്, ഇപ്പോൾ കമ്മിറ്റി മീറ്റിങ്ങിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിങ്ങിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ ആണ് SLR. ഓക്കെ, അപ്പം SLR എന്ന് പറയുന്നത് ബാങ്കിൽ എത്ര എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യണം, ഓക്കെ, ലിക്വിഡ് അസറ്റ്സ് ആയിട്ട്. ഓക്കെ, പോർഷൻ ഓഫ് ഡെപ്പോസിറ്റ്സ് വിത്ത് ദ ബാങ്ക്സ് വിച്ച് ഹാസ് ടു ബി കീപ് വിത്ത് ഇറ്റ്സെൽഫ് ആസ് ലിക്വിഡ് അസറ്റ്സ്. ഓക്കെ, ലിക്വിഡ് അസറ്റ്സ് ആയിട്ട് എത്ര വെക്കണം. ഇപ്പോൾ ഗോൾഡ്, അതുപോലെ തന്നെ ഗവൺമെൻറ് അപ്രൂവ്ഡ് സെക്യൂരിറ്റീസ്, ഇതെല്ലാം തന്നെ വെക്കാനായിട്ട് പറ്റും. ഓക്കെ, RBI അതുപോലെ തന്നെ ക്രെഡിറ്റ് കൺട്രോൾ മെക്കാനിസംസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ക്രെഡിറ്റ് ഡിസ്കറേജ് ചെയ്യുവാണെങ്കിൽ അവിടെ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ CRRനെയും SLRനെയും ഇൻക്രീസ് ചെയ്യിപ്പിച്ചാണ് കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ ആണ്. അപ്പോൾ ഒന്നാമത്തത് മാർജിൻ റിക്വയർമെൻറ്റ്സ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്ക് ബോറോ ചെയ്തിട്ടുള്ള മണിയും അവർ ഓഫർ ചെയ്തിട്ടുള്ള സെക്യൂരിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഓക്കെ, ഡിഫറൻസ് ബിറ്റ്വീൻ ദ സെക്യൂരിറ്റീസ് ഓഫേർഡ് ആൻഡ് എമൗണ്ട് ബോറോഡ് ബൈ ദ ബാങ്ക്സ്. അടുത്തത് കൺസ്യൂമർ ക്രെഡിറ്റ് റെഗുലേഷൻ. ഓക്കെ, അപ്പം എന്തെങ്കിലും ഡൗൺ പേയ്മെൻറ്റ്സ് ഉണ്ടാവുക, അതല്ലെങ്കിൽ നമ്മൾ ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇൻസ്റ്റാൾമെൻറ്റ് ക്രെഡിറ്റ്, മാക്സിമം മെച്യൂരിറ്റി ഓഫ് ദ ഇൻസ്റ്റാൾമെൻറ്റ് ക്രെഡിറ്റ്, അപ്പം അതിനെ റിഗാർഡ് ചെയ്ത് വരുന്ന റൂൾസ്. ഓക്കെ, അതാണ് കൺസ്യൂമർ ക്രെഡിറ്റ് റെഗുലേഷനകത്ത് പറയുന്നത്. ദെൻ ഗൈഡ് ലൈൻസ് എന്ന് പറയുന്നത് RBI ഈ പറഞ്ഞതുപോലെ ഓറലായിട്ടും അതുപോലെ തന്നെ റിട്ടേൺ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടും മറ്റ് അപ്പീൽസ്, ഗൈഡ് ലൈൻസ്, വാർണിംഗ്സ് ഒക്കെ ആയിട്ട് ബാങ്ക്സിന് പ്രൊവൈഡ് ചെയ്യുന്ന ഗൈഡ് ലൈൻസ് ആണ്. ഓക്കെ, ദെൻ റേഷനിങ് ഓഫ് ക്രെഡിറ്റ് അല്ലെങ്കിൽ ക്രെഡിറ്റ് റേഷനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RBI അതായത് നമ്മൾക്ക് കൊടുത്തിട്ടുള്ള ഗ്രാൻറ്റ്, ഓക്കെ, അപ്പോൾ അത് ഗ്രാൻറ്റ് ചെയ്തിട്ടുള്ള ക്രെഡിറ്റ് കൺട്രോൾ ചെയ്യുക, അല്ലെങ്കിൽ മറ്റ് കൊമേഴ്ഷ്യൽ ബാങ്ക്സിന് അലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ഗ്രാൻറ്റ്സ് എല്ലാം തന്നെ കൺട്രോൾ ചെയ്യുക. അപ്പോൾ അതാണ് ക്രെഡിറ്റ് റേഷനിങ്. ഓക്കെ, ക്രെഡിറ്റ്സ് കൺട്രോൾ ചെയ്യുക. ദെൻ മോറൽ സുവേഷൻ എന്ന് പറയുമ്പോൾ സൈക്കോളജിക്കൽ അപ്രോച്ച് ആണ്. അപ്പോൾ അഡ്വൈസ് അങ്ങനെയൊക്കെ. ഓക്കെ, അപ്പോൾ അതൊരു ഇൻഫോർമൽ വേ ഓഫ് സെലക്റ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ ആണ് ഈ മോറൽ സുവേഷൻ ഒക്കെ. ഓക്കെ, നെക്സ്റ്റ് ഡയറക്റ്റ് ആക്ഷൻ. ഡയറക്റ്റ് ആക്ഷൻ എന്ന് പറയുമ്പോൾ RBI പറയാത്ത റൂൾസ് ആൻഡ് കണ്ടീഷൻസ് അല്ലെങ്കിൽ അതിൽ ഫുൾഫിൽ ചെയ്യാത്ത എല്ലാ കണ്ടീഷൻസിനും അഗെയിൻസ്റ്റ് ആയിട്ട് വരുന്നൊരു സ്റ്റെപ്പാണ് ഡയറക്റ്റ് ആക്ഷൻ. അതിനെതിരായിട്ട് RBI ഡയറക്റ്റ് ആയിട്ട് ആക്ഷൻ എടുക്കും. അപ്പം അതാണ് ഡയറക്റ്റ് ആക്ഷനിൽ പറയുന്നത്. ഓക്കെ, next 10th question. The initial repayment holidays given to a borrower for repayment of loan is. ഇപ്പോൾ ലോൺ റീപേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബോറോവർക്ക് ആദ്യം ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ കൊടുക്കുന്ന റീപേയ്മെൻറ്റ് ഹോളിഡേയ്സിനെ വിളിക്കുന്ന പേര്. ഓക്കെ, ആൻസർ ഇസ് ഓപ്ഷൻ ഡി, മൊറട്ടോറിയം ആണ്. ഓക്കെ, അപ്പോൾ മൊറട്ടോറിയം പീരീഡ് എന്ന് പറയുന്നത് നമുക്ക് ഒരു ലോൺ ഗ്രാൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്ന പീരീഡ് എന്ന് പറയുന്നത് മൊറട്ടോറിയം പീരീഡാണ്. ഓക്കെ, അപ്പോൾ അത് ബോറോവർക്ക് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് കൊടുക്കുക, അതായത് അവരുടെ ഫൈനാൻസും കാര്യങ്ങളെല്ലാം സോർട്ട് ഔട്ട് ചെയ്തിട്ട് ലോൺ റീപേയ്മെൻറ്റിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നൊരു സമയമാണ് ഈ ഒരു ഇനീഷ്യൽ റീപേയ്മെൻറ്റ് ഹോളിഡേയ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സമയത്ത് ഇൻട്രസ്റ്റ് റേറ്റ് എപ്പോഴും മാറാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. കാരണം അത് ഹാഫ് ഇയർലി അല്ലെങ്കിൽ ക്വാർട്ടർലി ആയിട്ടായിരിക്കും ചാർജ് ചെയ്യുന്നത് ഓൺ സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ബേസിസിൽ. ഓക്കെ, അപ്പോൾ ഇനീഷ്യൽ റീപേയ്മെൻറ്റ് ഹോളിഡേയ്സ് ഗിവൻ ടു എ ബോറോവർ ഫോർ ദ റീപേയ്മെൻറ്റ് ഓഫ് ലോൺ. ലോൺ റീപേ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഇനീഷ്യൽ റീപേയ്മെൻറ്റ് ഹോളിഡേയ്സിനെ പറയുന്നത് മൊറട്ടോറിയം. ഓക്കെ, അപ്പം ഇത്രയുമാണ് നമ്മളുടെ ഇന്നത്തെ 10 ചോദ്യങ്ങൾ. അപ്പം നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സി യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണേ, യൂസ്ഫുൾ ആർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ബൈ.